ഗൈസ് ജിയോഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ആപ്പ് ഏതാണ്? യൂട്യൂബർ എല്ലാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇതാണ്. അത്യാവശ്യം നല്ല റീച്ചുള്ള യൂട്യൂബേഴ്സൊക്കെ, അതായത് ലാപ്ടോപ്പ് ഉപയോഗിക്കാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം എന്നതും കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോൻ്റെ അവിടെ നിൽക്കട്ടെ, ലോങ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാം. അതായത് ഷോർട്ട് വീഡിയോ ഇതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ലോങ് വീഡിയോ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡിങ് സാധ്യത ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ചാനലിലെ റീച്ചിന് ഒരുപാട് കാര്യമുണ്ട്. അതായത് നമ്മൾ ഏറ്റവും നല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റിയിൽ ആ ഒരു ആൾക്കാരെ മടുപ്പിക്കാണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫിൽറ്ററൊക്കെ മാറ്റി അപ്പം പരമാവധി സുന്ദരമാക്കി എടുക്കണം. നമ്മൾ ഇടുന്ന വീഡിയോസ് പരമാവധി നമ്മളിപ്പം നമ്മൾ എടുത്തു കഴിയുമ്പോഴുള്ള പോലെ ആയിരിക്കുമല്ല, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ അതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് അതെങ്ങനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എല്ലാം കണ്ടിട്ട് വരാം. സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ആപ്പാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നമ്മൾ കൈൻമാസ്റ്ററൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കൈൻമാസ്റ്ററൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം കൈൻമാസ്റ്ററിനെക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ആപ്പാണ് VN വീഡിയോ എഡിറ്റർ. അപ്പം ഞാനൊക്കെ ഇപ്പം കൂടുതലും എഡിറ്റ് ചെയ്യുന്നത് VN വീഡിയോ എഡിറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ VN എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണാം. VN എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആപ്പിലോട്ട് കയറും. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരും അവിടെ. അപ്പോൾ ഗൈസ് ഇങ്ങനൊരു സംഭവം വന്നു. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം. വലത് സൈഡിൽ അടിയിൽ ഒരു പ്ലസ് ചിഹ്നം കാണാം, ഒരു നീല ഇതിൻ്റെ അകത്ത് ഒരു പ്ലസ് ചിഹ്നം. അപ്പോൾ ആ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ മേലെ കാണാം ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ന്യൂ പ്രൊജക്റ്റ്, ഒരു കത്രികേൻ്റെ ചിഹ്നമൊക്കെ ആയിട്ട് ന്യൂ പ്രൊജക്റ്റ്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ അടുത്ത ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഗാലറിയിലോട്ട് നേരെ പോകും. ആ ഗാലറി പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. തൽക്കാലത്തേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ജസ്റ്റ് നമ്മുടെ ആവശ്യമൊന്നുമല്ല, അപ്പം വെറുതെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യാനൊരു വീഡിയോ, എന്നിട്ട് നമ്മൾ വലത്തോട്ടുള്ള ആരോ മാർക്ക് അടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരെ VN വീഡിയോ എഡിറ്ററിലോട്ട് ഓപ്ഷനോട്ട്. ഇവിടെ ഉണ്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ഇവിടെ അടിയിൽ തന്നെ നമുക്ക് കാണാം. ഇവിടെ ഉണ്ട് അടി ഞാൻ മാറ്റുന്ന സ്ഥലത്ത് കാണാം. ഫിൽറ്റർ കാണാം, ട്രിം കാണാം, FX, സ്പ്ലിറ്റ്, സ്പീഡ്, വോളിയം, ഫെയ്ഡ് ആക്കുന്നത്, ക്രോപ്പ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, മിറർ ചെയ്യുന്നത്, ഫ്ലിപ്പ് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത്, പിന്നെ BG, ബോർഡർ. ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലാണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് സാറിന് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യം ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഓൾറെഡി വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വീഡിയോ ആഡ് ചെയ്തു. നമുക്കിനിയിപ്പം ഇതിൻ്റെ ബാക്കിയൊരു കട്ടിങ് കൂടെ ആഡ് ചെയ്യണമെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും VN എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അത് നമുക്ക് ഡിലീറ്റ് ആയി കളയാം. അതായത് ഇങ്ങനെ നീക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്തിട്ട് ഈ ഒരു സംഭവം സെലക്ട് ചെയ്ത് വെക്കും. അതുകൊണ്ടോ ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ സെലക്ട് ആവും, ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സെലക്ട് ആയി നീക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇങ്ങനെ ഇത് അടിയിലത്തെ ഇങ്ങോട്ട് നീക്കി ഡിലീറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പം ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ആ VN നമുക്ക് ആവശ്യമില്ല. പിന്നെ അടുത്ത വീഡിയോ, അതായത് നമ്മളിപ്പം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി അടുത്ത വീഡിയോ ഇതിൻ്റെ അകത്തൂടെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ബാക്കി വീഡിയോ വേറെ കട്ടിങ് ആയിട്ടുള്ള, അപ്പോൾ ആ കട്ടിങ് ആയിട്ടുള്ള വീഡിയോ അടുത്തതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ നമുക്ക് കാണാം വീഡിയോൻ്റെ അവിടെ ഒരു പ്ലസ് ചിഹ്നം കാണിക്കുന്ന കാണാം. അതായത് ഒരു പ്ലസ് ചിഹ്നം കാണിക്കുന്ന വീഡിയോൻ്റെ ഒരു ഇതുണ്ട്, ഫിൽറ്ററിൻ്റെ ഒക്കെ മേലെയായിട്ട്. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ വലത്തുള്ള ആരോ മാർക്ക് അടിക്കുന്നു. അപ്പം VN വീഡിയോ എഡിറ്ററിലോട്ട് പോയി. അപ്പോൾ അടുത്ത രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഇതിനകത്ത് കയറ്റി കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ കയറ്റിയ വീഡിയോൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പം ഇതെവിടെ പറഞ്ഞു കാണിച്ചു തരാം. ഹലോ ഗൈസ്, ജിയോഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻട്രോയുടെ ബാക്കി നമുക്ക് നമ്മുടെ മ്യൂസിക്, അതായത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ലോഗോയും നമ്മുടെ ഇൻട്രോ മ്യൂസിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഒരു എൻ്റെ ജിജോസ് വ്ളോഗ് എന്ന് പറഞ്ഞ മെയിൻ ചാനലിലെ ഇൻട്രോ മ്യൂസിക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് മാത്രമേ നമ്മൾ രണ്ടാമത് നമ്മുടെ ആ പ്ലസ് ചിഹ്നത്തെ ഞെക്കുന്നു. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നു. അടിയിലുള്ള എൻ്റെ ഇൻട്രോ മ്യൂസിക് എടുക്കുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നു. അപ്പോൾ അടുത്തതായി നമ്മളെ ഇൻട്രോ മ്യൂസിക് ഇവിടെ ആളായി കേട്ടോ. അത് കണ്ടല്ലോ.
അപ്പോൾ ഇത്രയും സെറ്റായി. ഇത്ര വീഡിയോ നമുക്ക് കയറ്റേണ്ടുള്ളൂ. വീഡിയോ നമുക്ക് ഇത്ര വേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഫിൽറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടി ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഇടത്തെ സൈഡിൽ ഏറ്റവും അടിയിൽ. അപ്പോൾ ഫിൽറ്റർ എടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ കൊടുക്കാം. ഇതുണ്ടോ, ഒരുപാട് ഫിൽറ്റർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്നതാണ്. പേയ്മെൻറ്റ് കൊടുക്കാണ്ട് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിൽറ്റർ കൊടുക്കും ജസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റി വേണം മാറ്റാം. അതായത് നമുക്ക് കോട്ട് കുറച്ച് വെച്ച് നമ്മൾ ആദ്യം കുറച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ അടിയിലത്തെ ടിക്ക് അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇതായി. അതിനുശേഷം നമ്മൾ ഇൻട്രോ മ്യൂസിക് ഒക്കെ ഇട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ടെക് ചാനലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രീൻ റെക്കോർഡിങ് ഇതിൻ്റെ കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മേലോട്ട് പോയി ഒരു ഫോട്ടോ ചിഹ്നം, ഈ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോൻ്റെ പ്ലസ് ചിഹ്നത്തിന് തൊട്ട് മേലെ തന്നെ ഒരു ഫോട്ടോ ഒരു ഗാലറീൻ്റെ പോലെ ഒരു പ്ലസ് ചിഹ്നം കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മൾ സ്റ്റോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. എടുക്കുക. നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഗാലറിയിലെത്തും. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. വീഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഗൈസ്, ഇത് ഞങ്ങൾ അച്ഛൻ്റെയൊക്കെ വീട്ടിൽ പോയ സമയത്ത് ജസ്റ്റ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ജസ്റ്റ് നമ്മളിവിടെ കൊടുക്കുവാണ് കേട്ടോ. അതിവിടെ ജസ്റ്റ് കൊടുത്തു കണ്ടോ. ഇതിവിടെ കൂട്ടും കുറച്ച് വെച്ച് അവിടെ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തു കണ്ടോ. അത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതും നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാം. ഇതെല്ലാ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോൻ്റെ അകത്ത് നമുക്ക് മ്യൂസിക് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മേലെ ഒരു സോങ്ങിൻ്റെ ചിഹ്നം കാണാം. ഇതാ ഇവിടെ തന്നെയുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മ്യൂസിക്, സൗണ്ട് എഫക്റ്റ്, റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അറിയാത്ത ആൾ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡ് അടിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ മ്യൂസിക് ഒക്കെ എടുക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാം. ഈ റെക്കോർഡ് അടിക്കുന്നു. നമുക്ക് ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഏത് സ്ഥലത്താണ് റെക്കോർഡ് അവിടെ അടിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ റെഡ് ഞെക്കി കഴിയുമ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇങ്ങനെ കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ആകുന്നുണ്ട്. ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്ന ആൾക്കാർ വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഉള്ള സൗണ്ട് കുറച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കി അടിയിൽ ടിക്ക് അടിക്കുന്നു കണ്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെക്കോർഡായി കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെഡിങ്ങോ എന്തെങ്കിലും കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ തന്നെ ഇടത്തെ സൈഡിൽ എല്ലാം ഇങ്ങനെ ഓരോന്ന് വോളിയം കൂട്ടുന്നത്, വീഡിയോ കയറ്റുന്നത്, പിന്നെ നമ്മളിങ്ങനെ കട്ടിങ് കയറ്റുന്നത്, പിന്നെ കഴിഞ്ഞ് സോങ് എഡിറ്റ് ചെയ്യുന്നത്, അതിന് ശേഷം എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. ഇഷ്ടമുള്ള ടൈറ്റിൽ ഉണ്ടോ, ടൈറ്റിലിൻ്റെ ഏത് ടൈറ്റിലാണ് നമുക്ക് ആവശ്യമുള്ളത് അത് എടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗിൻ്റെ ആയതുകൊണ്ട് ഒരു വ്ളോഗിൻ്റെ സംഭവം എടുത്തു. പിന്നെ നമ്മൾ എന്തെങ്കിലും എഴുതുന്നു, ജസ്റ്റ് എന്തെങ്കിലും എഴുതുക കേട്ടോ. അത് എഴുതുന്നു. പിന്നെ ഇവിടെ അടിയിൽ വേണം വേറെ എന്തെങ്കിലും കൊടുക്കുന്നു, അടുത്ത ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം അത് ഉണ്ടോ. അപ്പോൾ നമ്മളത് സാധനം കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഴുതിയ സംഭവം കണ്ടോ ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പം അതുമായി അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, പിന്നെ ഞാൻ പറഞ്ഞു തന്നോളൂ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഏകദേശമായി. പിന്നെ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം. നമ്മൾ വീഡിയോ ഇങ്ങനെ മാറുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം. അപ്പോൾ നമ്മളൊരു വീഡിയോ കഴിഞ്ഞ് വേറൊരു വീഡിയോയിലോട്ട് കയറുന്ന സമയത്ത് ഒരു കട്ടിങ് ആയിട്ട് കയറാതെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഇട്ട് കയറുന്നതാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഈ പ്ലസ് ചിഹ്നത്തെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ വരും, ഇഷ്ടം പോലെ എഫക്റ്റുകൾ വരും. ആ എഫക്റ്റ് നമുക്ക് പറയാൻ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ ഓരോ അടുത്ത കയറും. വേറെ സംഭവങ്ങളുണ്ട്, ഇതുണ്ടോ സംഭവങ്ങളുണ്ട് മാറി മാറി വരുന്നത്. ഇത് സൂമിന് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. റൗണ്ട് അടിച്ച് വരുന്നത് ഒരുപാട് ഓപ്ഷൻ. ഞാൻ സാറിന് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് എന്നുള്ളതാണ് ഓപ്ഷനാണ്. ഈ ബ്ലാക്ക് എന്നുള്ള ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് ഒരു നമ്മൾ അപ്പം അതും കൊടുത്തു. കട്ടിങ് വരുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഇതുപോലെ തന്നെ കട്ടിങ് ഉണ്ട്. അവിടെ നമ്മൾ ഇതേപോലെ തന്നെ എടുത്തിട്ട്
ഈ ബ്ലാക്ക് എടുത്തിട്ട് ടിക്ക് അടിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ കട്ടിങ്ങിനും പറ്റാൻ വീഡിയോയിലോട്ട് ചാടുന്നത് അങ്ങനെ ഒരു ബോറിംഗ് ആണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തു. ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി സോങ് കൊടുക്കുന്ന കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടിയിൽ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കട്ട് ചെയ്യണം. ഇപ്പം ഇവിടുന്ന് നമ്മുടെ വീഡിയോ കുറച്ച് എന്തെങ്കിലും കട്ട് ചെയ്ത് എടുത്ത് കാണും. നമ്മുടെ വീഡിയോ നടുക്കുക നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, തെറ്റുണ്ട്, കട്ട് ചെയ്തെടുത്താണ് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അടിയിൽ നമുക്ക് കാണാം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, കട്ട് ചെയ്യുന്നത്. അതായത് കത്രികേൻ്റെ ചിഹ്നം കാണാം. ആ കത്രികേൻ്റെ ചിഹ്നത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ടായി കണ്ടോ. എന്നിട്ട് എവിടെയാണോ നമുക്ക് വരെ പ്രശ്നം ഇതുള്ളത് അവിടം വരെ ഒന്നുകൂടെ കൊണ്ടുപോവുക. പിന്നെ ഒന്ന് കത്രികേൻ്റെ ചിഹ്നത്തിൽ ഞെക്കുക, കട്ടായി. എന്നിട്ട് ഈ സംഭവം സെലക്ട് ചെയ്ത് ഇങ്ങനെ നീക്കുമ്പോൾ സെലക്ട് ആവും ഓൾറെഡി. അപ്പം നടുക്കുള്ള സംഭവം സെലക്ട് ചെയ്യുക. പിന്നെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കത്രികേൻ്റെ അപ്പുറം തന്നെ കാണാം. ആ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ സംഭവം കട്ടിങ് അങ്ങ് ഒഴിവായി കണ്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണേൽ കട്ട് ചെയ്ത് എടുത്ത് കളയാം. അപ്പോൾ ഗൈസ് അത്രയും കാര്യമൊക്കെ ആയി. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഷോർട്ടൊക്കെ അടിച്ച സമയത്താണ് നമുക്ക് സ്പീഡ് കൂട്ടാം. അതായത് വോളിയം നമുക്കിപ്പോൾ BGM മ്യൂസിക് ഒക്കെ കൊടുത്തത് നമ്മളിവിടെ റെക്കോർഡ് കൊടുത്തല്ലോ. മേലെ ഇതാണ്ടോ, ഇത് റെക്കോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെക്കോർഡ് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇതിനകത്തുള്ള സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വോളിയം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെക്കോർഡിംഗ് ആണ്. ഇപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. നമുക്ക് ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കുന്ന ആൾക്കാർ വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് റെക്കോർഡിംഗ്. അത് നമ്മളിപ്പം ഉള്ള സൗണ്ട് കുറച്ച് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കുള്ളൂ. അതേസമയം നമ്മുടെ ഈ അലോസരമായിട്ടുള്ള പുറമേയുള്ള സൗണ്ടുകളും നമ്മുടെ വീഡിയോൻ്റെ സൗണ്ടുകളും എല്ലാം നമ്മൾ ഒഴിവായി കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് നീക്കി നമ്മൾ അത്രയും ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത് സ്പീഡ് കൂട്ടുന്നതാണ്. അതായത് വീഡിയോൻ്റെ സ്പീഡ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. നമ്മൾ കൈൻമാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരേ സ്പീഡിൽ മാത്രമേ വെക്കാനാവുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെ കുറച്ച് റിസ്ക്കാണ് ചെയ്യല്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പീഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ഡിലീറ്റിൻ്റെ വോളിയത്തിൻ്റെ നടുക്കായിട്ട് സ്പീഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിഞ്ഞാൽ വീഡിയോൻ്റെ സ്പീഡ് എത്ര വേണേലും കൂട്ടുകയും ചെയ്യാം. അത് വേണേൽ ഓരോ സമയത്ത് നമ്മളിപ്പോൾ ഓടുന്നതും ചാടുന്നൊക്കെ സ്ലോ മോഷൻ പെട്ടെന്ന് ഇത് താത്തി കഴിഞ്ഞാൽ സ്ലോ മോഷൻ ആയി. ഈ വരേന്റെ സ്ലോ മോഷൻ ആയി. അതിന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ സ്പീഡായി. അപ്പം ഉണ്ടോ നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം. ഞാൻ സ്പീഡ് പറയുന്നത് കാണാം. അതേസമയം ഇതിങ്ങനെ താത്തി കഴിയുമ്പോൾ ഞാൻ സ്ലോയിൽ പറയുന്നത് കാണാം കണ്ടോ. ഇതാണ് ആ ഒരു ലിമിറ്റ് ആയിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ. ഇപ്പൊ ഈ കറക്റ്റാണ് ഞാൻ സാറ് വർത്താൻ പറഞ്ഞത് തന്നെ. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഉണ്ട്. ഇത് താത്തി കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് പറയും. അപ്പം ഇത് നല്ല സുഖമാണ്. നമുക്ക് ഏത് സ്ഥലത്താണ് നമുക്ക് ചെയ്യേണ്ടത് സ്ലോ ആക്കേണ്ടതാണോ ഇങ്ങനെ ചെയ്യാം. സ്പീഡ് കൂട്ടണ ചെയ്യാം. ഇതിപ്പം ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ആവശ്യം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് നമ്മുടെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഈ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം കണ്ടോ. വീഡിയോയുടെ സൈസൊക്കെ ക്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാണ് നമുക്ക് സാറിന് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഈ 16.9 തന്നെയാണ്. നമ്മൾ അത് തന്നെ കൊടുക്കുന്നു. നമ്മൾ സാറിന് വീഡിയോ നമുക്ക് ഇടേണ്ട സംഭവം യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട 16:9 എന്ന് പറഞ്ഞ അനുപാതത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു. ഒന്നും മാറ്റില്ല, കാണിച്ചു തന്നുള്ളൂ. പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അടിയിൽ ഓപ്ഷൻ ക്രോപ്പിന് ഇപ്പുറം കാണാം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടതുണ്ടോ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാം ഉണ്ടോ. അതും ചെയ്തു. പിന്നെ നമുക്ക് മിറർ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വെക്കാം ഉണ്ടോ. ഞാൻ അപ്പുറത്തിരുന്ന് ഇപ്പുറത്തായി മിറർ. അത് പല സ്ഥലത്തും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവം ബോർഡർ കൊടുക്കാൻ വേണമെങ്കിൽ വീഡിയോയ്ക്ക് കണ്ടോ. വീഡിയോയ്ക്ക് നല്ല ബോർഡർ കൊടുക്കാം. ഒരു ചോപ്പ് കൊടുക്കാൻ വേണേ കേട്ടോ. ബോർഡർ വേണേ കൊടുക്കാം. ഇതൊക്കെ ഓരോരോ ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സാറിന് റിവേഴ്സ് ചെയ്യാൻ വേണം. നമുക്ക് വീഡിയോ റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രോസസിങ് ആയി വീഡിയോ ഫുള്ള് റിവേഴ്സ് ആവും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞാണ് നമുക്ക് വീഡിയോ റിവേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് പ്രോസസിങ് ആകുന്നുണ്ട്. ഞാൻ ഒഴിവാക്കുവാണ്, കാരണം നമുക്ക് വീഡിയോ റിവേഴ്സ് ആക്കേണ്ട കാര്യമില്ല. ക്യാൻസൽ അടിക്കുന്നു. പിന്നെ അടിയിലോട്ട് പോകുന്ന സമയത്ത് ഫോർവേഡ് ഫ്രീസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. നമുക്ക് ഫ്രീസായിട്ട് വീഡിയോ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീസ് അടിച്ചാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഓപ്ഷൻ. ഇതിനകത്ത് സാറ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയൊക്കെ മതി. കൈൻമാസിനെക്കാളൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയതും ആൾക്കാർക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ചെയ്ത കാര്യങ്ങൾ ബാക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. ബാക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വളഞ്ഞ ആരോ മാർക്കാണ് നമുക്ക് ഇവിടെ നമ്മുടെ വീഡിയോൻ്റെ അടിയിലായിട്ട് വല സൈഡിൽ
ഒരു വളഞ്ഞ ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഇത് കണ്ടോ, ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ റിവേഴ്സ് അടിക്കും കണ്ടോ. പിന്നെ തിരിച്ചങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഫ്രണ്ടോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. നമ്മളത് ആ വീഡിയോ അറിയാണ്ട് ഡിലീറ്റൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തു, ഈ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തു, ഡിലീറ്റ് അടിച്ചു പോയി, അറിയാണ്ട് ഡിലീറ്റ് അടിച്ചു പോയി. അപ്പോൾ നമുക്ക് തിരിച്ച് ആ വീഡിയോ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ തിരിച്ച് കിട്ടി. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഒരുമാതിരി ഇതൊക്കെ മതി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനൊക്കെ ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എന്നിട്ട് നമുക്ക് നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നേരെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഒരു ആരോ മാർക്ക് ചിഹ്നം കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെയാണ് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ വീഡിയോ HD ക്വാളിറ്റി, അതായത് റെസൊല്യൂഷനൊക്കെ കൂട്ടി വെക്കാം. അതുണ്ടോ, റെസൊല്യൂഷൻ കൂട്ടി വെക്കാം. അതിൻ്റെ ഇതുണ്ടോ, സൗണ്ട് ക്വാളിറ്റി എല്ലാം നമുക്ക് കൂട്ടി വെക്കാം. ആവറേജ് ബിറ്റ് റേറ്റ് ഇത് കൂടുന്തോറും നമ്മുടെ ഇവിടെ അടി നിങ്ങൾക്ക് കാണാം. നമ്മളിതിങ്ങനെ കൂട്ടുന്തോറും നമ്മുടെ MB കൂടി വരും കണ്ടോ. 7 ഇത്രയും ചെയ്യുമ്പോഴേക്കും 9.57 GB ആയിപ്പോയി നമ്മുടെ വീഡിയോ. ഇത്രയൊന്നും വേണ്ട. അപ്പോൾ 1.72 ആവറേജ്, അതായത് വീഡിയോ കാണുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല MB തന്നെ വേണം, എന്നാൽ നമുക്ക് ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ റെസൊല്യൂഷനൊക്കെ കുറച്ച് കൂട്ടി വെക്കാം. HDR ആയിട്ടാണ് നമ്മൾ കൂടി. എക്സ്പോർട്ട് ഓഡിയോ ഓൺലി അതൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ പരമാവധി അത്യാവശ്യം കൂട്ടി വെക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള MB, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോണിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത്ര MB ഉണ്ടാവില്ല. അപ്പം ഇത് MB വേണേൽ കുറച്ച് വെക്കാം, എത്ര വേണേലും കുറയ്ക്കാം. പിന്നെ കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കുറയും, സൗണ്ട് ക്വാളിറ്റി എല്ലാം കുറയും. അപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് ഒരു 2.5 GB മോഡലിൽ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വീഡിയോ ഇത് അപ്ലോഡ് ആക്കാൻ വേണ്ടി നമ്മുടെ ഫോണിലോട്ട് ഗാലറിയിലോട്ട് വരാൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിയിലുണ്ട്, അത് അടിക്കുക. അപ്പം ഗൈസ് നിങ്ങൾ കാണാം ഇവിടെ ഇങ്ങനെ വീഡിയോ കയറുന്നുണ്ട് കണ്ടോ, എക്സ്പോർട്ടിങ് വീഡിയോ പ്ലീസ് ഡു നോട്ട് ലോക്ക്. ഇത് ലോക്കൊന്നും ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ 100% ആയി കഴിയുന്നിടം വരെ ഇത് ലോക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീഡിയോ ഏകദേശം എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മളിത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ച് പോവാണ്. കണ്ടോ, കട്ടാക്കി കളഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇപ്പം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏകദേശം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നോ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഫണ്ണി സൗണ്ട് ആഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന്. ഫണ്ണി സൗണ്ട് ആഡ് ചെയ്യാം, പിന്നെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള നമ്മളൊരു ആപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ആപ്പ് എന്ന് പറയുന്നത് VN വീഡിയോ എഡിറ്റർ തന്നെ. ഒരുപാട് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്നവരുണ്ട്, ഇൻഷോട്ടുണ്ട്, പിന്നെ കൈൻമാസ് ഉണ്ട്. പക്ഷേ ഈ കൈൻമാസിലാണ് ഇൻഷോട്ടിലൊക്കെ വാട്ടർമാർക്ക് കാണിക്കുക, അല്ലെങ്കിൽ പ്രൊവേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ പ്രൊവേഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റ് സമയത്ത് അതിൻ്റെ മുകളിൽ കൈൻ മാസ്റ്റർ എന്നും ഇൻഷോട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വൃത്തികേടാണ്. പിന്നെ ചില സമയത്ത് ഈ മോണിറ്റൈസേഷൻ സമയത്തൊക്കെ ഈ വാട്ടർമാർക്കൊക്കെ ചിലപ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് വന്നേക്കാം. പക്ഷേങ്കിൽ ഈ VN വീഡിയോ എഡിറ്ററിൻ്റെ അകത്ത് ഒരു പ്രശ്നവും ഇല്ല, വാട്ടർമാർക്കില്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നോട് ഇന്നലെ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ് ഏറ്റവും നല്ല ചേട്ടാ, അത് എഡിറ്റ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ട വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് VN വീഡിയോ. അതുകൊണ്ടാണ് നിങ്ങളത് പരിചയപ്പെടുത്തിയത്, അല്ലാണ്ട് വേറെ ഇത് പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് ചെയ്തതൊന്നുമല്ല അവരുടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഉപകാരപ്പെടുന്ന സംഭവം ഇതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇതുവരെ കണ്ടിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് കയറി ഈ കാര്യം പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മളിത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു കണ്ടൻറ്റേ ഞങ്ങൾ വിട്ടു. അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. അപ്പം വീഡിയോ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇതുവരെ അവസാനം വരെ കണ്ട ആൾക്കാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഉപകാരമുള്ളത്. ബൈ.